കഷ്ടിച്ച് 4 മാസം മാത്രം പ്രായമുള്ള ഒരു പെൺകുഞ്ഞിനെ സ്വന്തം അമ്മ തന്നെ ഒരു പുഴയിലെറിഞ്ഞ് കൊല്ലുന്നു. ആ കുഞ്ഞിനെ അറിയില്ല താൻ എന്തിനാണ് കൊല്ലപ്പെടുന്നതെന്ന്. കുഞ്ഞിന് മാത്രമല്ല, പൊതുസമൂഹത്തിനോ പോലീസിനോ മോട്ടീവ് ക്ലിയർ ആയിട്ടില്ല. അമ്മയ്ക്കെതിരെ കൊലക്കുറ്റത്തിന് കേസെടുത്ത് പോലീസ് അന്വേഷണം നടത്തി വരുന്നു. ഒരു മർഡർ ആയതുകൊണ്ട് സ്വാഭാവികമായിട്ടൊരു ഇൻക്വസ്റ്റും ഒരു പോസ്റ്റ്മോർട്ടം ഒക്കെ ഉണ്ടാവും. പോസ്റ്റ്മോർട്ടം കഴിഞ്ഞപ്പോൾ സർജൻ വെളിപ്പെടുത്തുന്നു കുട്ടി ലൈംഗിക പീഡനത്തിന് വിധേയമായിട്ടുണ്ട്. പ്രൈവറ്റ് പാർട്സിൽ ഇന്റേണൽ വൂൺസ് കാണുന്നു. മിക്കവാറും ഇൻക്വസ്റ്റ് നടത്തിയ പോലീസിനും ഏകദേശം ഒരു ധാരണ കിട്ടിയിട്ടുണ്ടാകണം. വളരെ പെട്ടെന്ന് തന്നെ കുട്ടിയുടെ അച്ഛൻ്റെ ഇളയ സഹോദരൻ കസ്റ്റഡിയിലാവുന്നു. അവൻ കൺഫ്യൂസ് ചെയ്യുന്നു. കഴിഞ്ഞ 1 വർഷമായിട്ട് താൻ ഈ കുട്ടിയെ പീഡിപ്പിച്ചു വരികയായിരുന്നു. ആ കൊല്ലപ്പെടുന്ന ദിവസവും കുട്ടി പീഡനത്തിന് വിധേയമായിട്ടുണ്ട്. 4 വയസ്സിനിടയിൽ ഇതിനും മാത്രം പീഡനങ്ങൾ സ്വപ്നത്തിൽ മാത്രം. ഒരു പോക്സോ രജിസ്റ്റർ ചെയ്തുകൊണ്ട് ജെ ആക്ടും പോക്സോ പ്രകാരം അയാൾക്കെതിരെ കേസെടുത്തിട്ടുണ്ട്. പോക്സോ കേസുള്ളത് കൊണ്ട് തന്നെ ഇനി കുഞ്ഞിൻ്റെ ഐഡൻറ്റിറ്റി അതുപോലെ പേര് ഇതൊന്നും വെളിപ്പെടുത്താൻ കഴിയില്ല. അതിപ്പോഴും മീഡിയാസിന് ക്ലിയർ അല്ല എന്ന് തോന്നുന്നു. നിലവിലെ 2 കേസുകളും 2 വ്യത്യസ്ത പോലീസ് സ്റ്റേഷനുകളിലാണ് അന്വേഷണം നടത്തി വരുന്നതെന്നാണ് അറിയാൻ കഴിയുന്നത്. ഏതായാലും ഈ ഒഫൻസ് ഒരേ ട്രാൻസാക്ഷൻ്റെ ഭാഗമാണെന്ന് അന്വേഷണത്തിനിടെ എപ്പോഴെങ്കിലും തെളിവ് ലഭിക്കുന്ന പക്ഷം മിക്കവാറും ഒരു സ്റ്റേഷനിലേക്ക് അത് മാറാനുള്ള ഒരു പ്രോബബിലിറ്റി ഉണ്ട്. പോക്സോ കേസിലെ പ്രതിക്കെതിരെ ശക്തമായൊരു വികാരം കമന്റ് ബോക്സിൽ കാണുന്നുണ്ട്. അവനെ കൊന്നു കളയുക എന്നാണ് മിനിമം ഡിമാൻഡ്. ഇതുപോലുള്ള കുറച്ച് കേസുകൾ ഒബ്സർവ് ചെയ്ത് കഴിഞ്ഞപ്പോൾ എനിക്ക് മനസ്സിലായത് പെഡോഫിലിക് ആയിട്ടുള്ള ആളുകൾ അതിവൈകാരികതയുടെ ഒരു വലിയ ഭാവാഭിനയം കാഴ്ചവെക്കാറുണ്ട്. മിക്കവാറും ഫ്യൂണറൽ ചടങ്ങുകളിൽ നമ്മളിവിടെയും കണ്ടു. കൊന്നുകളയണമെന്ന് നിർബന്ധം പിടിക്കുന്ന ആൾക്കാരോട് എനിക്ക് പറയാനുള്ളത്, 12 വയസ്സിൽ താഴെയുള്ള കുട്ടികളെ പീഡിപ്പിച്ച് കഴിഞ്ഞാൽ അതും അഗ്രവേറ്റഡ് പെനട്രേറ്റീവ് സെക്ഷൽ അസാൾട്ട് ആണെന്നുണ്ടെങ്കിൽ അത് മിനിമം 20 വർഷമാണ് ശിക്ഷ. സെക്ഷൻ 6 പ്രകാരം അത് ഡെത്ത് പെനാൽറ്റി വരെ പോകും. അതേ കേസിൽ അട്രാക്ട് ചെയ്തിട്ടുണ്ട്. പിന്നെ പോലീസിന് അവന് ഡെത്ത് പെനാൽറ്റി വാങ്ങിച്ചു കൊടുക്കുന്നത് വരെ റോളുള്ളൂ. കഴുത്തിൽ കുരുക്കിട്ട് വലിക്കുന്ന പണി പോലീസിൻ്റെ അല്ല. അത് അങ്ങനെ കാത്തു കിടക്കുന്ന നിരവധി പേര് നമ്മുടെ കേരളത്തിലെ ജയിലുകളിൽ തന്നെ ഉണ്ട്. അത് സിസ്റ്റം വേറെ. കുട്ടിക്കെതിരെ നടന്നിട്ടുള്ളതില്ല പ്രകൃതി വിരുദ്ധ ലൈംഗിക പീഡനമാണെന്ന് പറയുന്നത്. ഈ പ്രകൃതി വിരുദ്ധമൊന്നുമില്ല. 18 വയസ്സ് വരെയുള്ള ഏതൊരു വ്യക്തി, ആണാണെങ്കിലും പെണ്ണാണെങ്കിലും, ചൈൽഡ് എന്ന നിർവചനത്തിലാണ് വരുന്നത്. അപ്പോൾ ഒരു ചൈൽഡിൻ്റെ ഏത് ഓറിഫൈസസിലേക്കുള്ള ഇൻസേർഷനും പെനിട്രേഷനും അത് പക്ക റേപ്പാണ്. അവിടെ പ്രകൃതി വിരുദ്ധവും കോപ്പം കുറച്ചക്കറൊന്നുമില്ല. ഇത് റേപ്പിനാണ് കേസ്. പ്രകൃതി വിരുദ്ധത്തിനേക്കാളും കൂടിയ വെർഷനാണ്. ഓക്കെ. മറ്റൊരു കാര്യം, സ്ത്രീകളും കുട്ടികളും ഏറ്റവും കൂടുതൽ വെല്ലുവിളികൾ നേരിടുന്നത് പബ്ലിക് സ്പേസിലോ അല്ലെങ്കിൽ ഇൻസ്റ്റിറ്റ്യൂഷനുകളിലോ അല്ല, അത് സ്വന്തം വീട്ടിൽ തന്നെയാണെന്നുള്ളതൊരു ഷോക്കിംഗ് ന്യൂസാണ്.